അപ്പോൾ എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ എന്തൊക്കെയാ? ഇപ്പോൾ സേതുവും വി എസ് അനുവും പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായ വാർത്ത പത്രങ്ങളിലുമുള്ളത്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഹൈക്കോടതിയുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള പരിഹാരമില്ലാത്ത പാപം എന്നാണ് ഇന്ന് കേരള കൗമുദി ഒന്നാമത്തെ പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. പ്രതികളെ വിട്ടയച്ചാൽ അട്ടിമറി സാധ്യത എന്നുള്ളതാണ്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൽ പ്രതിക്രിയയാകുമോ എന്ന ചലച്ചിത്രഗാനം ഉദ്ധരിച്ചാണ് കോടതി വിധി പറഞ്ഞത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വലിയ വാർത്തയായി ഇന്ന് കേരള കൗമുദി അത് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ഇതേ ഹെഡ്ലൈൻ തന്നെയാണ്, അതായത് കേരള കൗമുദി കൊടുത്തിരിക്കുന്ന അതേ ഹെഡ്ലൈൻ തന്നെയാണ് ദീപികയും കൊടുത്തിരിക്കുന്നത്. പരിഹാരമില്ലാത്ത പാപകർമ്മം എന്നുള്ളതാണ്. അസാധാരണ കുറ്റകൃത്യമായതിനാൽ പൊതുനിയമം ബാധകമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. ശബരിമലയത് കൂട്ടക്കവർച്ച എന്ന് ഹൈക്കോടതി പറഞ്ഞുവെന്ന് ദീപിക ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അത് കുറെ കൂടി അതിൻ്റെ ഡീറ്റെയിൽ കുറെ കൂടെ മാറുകയാണ്. അത് പോറ്റിയെ പൂട്ടി ED എന്നുള്ളതാണ് ആ വാർത്ത. പോറ്റിയുടെ 1.3 കോടിയുടെ സ്വത്ത് മരവിപ്പിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ 100 ഗ്രാം സ്വർണ്ണക്കട്ടിയും പിടിച്ചെടുത്തു. സംരക്ഷിക്കേണ്ടവർ കൊള്ളക്കാരായി എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നുള്ള വാർത്തയും സബേഡായി കൊടുത്തുകൊണ്ടാണ് ആ വാർത്ത ഇന്ന് പോറ്റിയെ പൂട്ടി എന്നുള്ള വലിയ വാർത്തയായി ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോഴും ഈ വാർത്ത തന്നെയാണ്. അത് കട്ടത് സ്വർണം മാത്രമല്ല എന്ന ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ്. ശബരിമല കാണിക്കയിലും വഴിപാടുകളിലും വലിയ ക്രമക്കേടെന്ന് ED. കട്ട സ്വർണം എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ മനോരമ ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വർണം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഹൈക്കോടതി പറഞ്ഞുവെന്നുമാണ് ഒന്നാമത്തെ വാർത്തയായി. അതായത് എല്ലാ പത്രങ്ങളിലും ഇന്ന് ഒന്നാമത്തെ വാർത്തയായി കൊടുത്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് വീണ്ടും മറ്റൊരു വിവാദം ഇന്ന് എല്ലാ പത്രങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അത് സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ മനോരമ പത്രം ഇന്ന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ എന്ന് പറയുന്നത് പേരിനൊരു സോറി എന്നുള്ളതാണ്. വിദ്വേഷ പരാമർശം പിൻവലിച്ചും ഖേദം പ്രകടിപ്പിച്ചും സജി ചെറിയാൻ എന്നുള്ളതാണ്. പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് സമ്മതിക്കുന്നില്ല, പിന്മാറ്റം എതിർപ്പ് രൂക്ഷമായതോടെ എന്നുള്ളതാണ്. അതിൽ ഒരു കാർട്ടൂൺ കൂടി ഇതിൽ കാണാം. MA ബേബി പാത്രം കഴുകുകയും മറിച്ച് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സജി ചെറിയാൻ്റെ നാക്ക് കഴുകി വൃത്തിയാക്കുന്നൊരു അങ്ങനെ കാർട്ടൂൺ കൂടി കൊടുത്തുകൊണ്ടാണ് മനോരമ ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി അത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വായ പൂട്ടി പാർട്ടി എന്നുള്ളതാണ്. ഒരു സജി ചെറിയാൻ്റെ ചുണ്ടിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കൂടി കൊടുത്തിരിക്കുന്നത് കാണാം. ഖേദം പ്രകടിപ്പിച്ച് സജി ചെറിയാൻ, CPM പറഞ്ഞു, സജി ചെറിയാൻ തിരുത്തി എന്നുള്ളതാണ് ആ വാർത്ത. നിർവ്യാജം ഖേദിക്കുന്നു എന്ന് സജി ചെറിയാൻ പറഞ്ഞു എന്നാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. മാധ്യമത്തിൽ അത് ഇങ്ങനെയാണ് ആ വാർത്ത. നിർവ്യാജം സജി ചെറിയാൻ എന്നുള്ളതാണ് ആ വാർത്ത. അതിൽ കൈപൊള്ളി പാർട്ടിയും തള്ളി വിവാദ പ്രസ്താവന പിൻവലിച്ച് തലയൂരി എന്നുള്ളതാണ് മാധ്യമം ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VR രാഗേഷിൻ്റെ ഒരു കാർട്ടൂണുണ്ട്. MA ബേബി ആണ് അതിൽ ഉള്ളത്. ആ ചിത്രത്തിൽ പറയുന്ന പോയിട്ട് സജിക്കുട്ടനെ കുളിപ്പിക്കാനുള്ളതാണ് എന്ന് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന MA ബേബി പറയുന്നൊരു കാർട്ടൂൺ കൂടി വെച്ചുകൊണ്ടാണ് മാധ്യമം ഇന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ എല്ലാ പത്രങ്ങളിലും അത് കുറേ കൂടി സജീവമായി വന്നൊരു വാർത്ത എന്ന നിലക്കാണ്. മിക്ക പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. അത് കേരള കൗമുദിയിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ഐക്യകാഹളം എന്നുള്ളതാണ്. SNDP യോഗം NSSൻ്റെ ഐക്യകാഹളം ഒന്നിച്ചു നിൽക്കാൻ SNDP നേതൃയോഗ തീരുമാനം. ഐക്യത്തിന് കാഹളം മുഴക്കിയത് NSS എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. ഐക്യമെന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തുഷാർ വന്നതിന് ശേഷം ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും G. സുകുമാരൻ നായർ പറയുന്നു എന്നുള്ള കൂടി വാർത്ത വെച്ചുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർവം ഐക്യം എന്ന് മാതൃഭൂമി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. നായർ ഈഴവ ഐക്യം തുടർ ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി നിയോഗിച്ചു എന്നുള്ളതാണ്. ജന്മഭൂമിയിലും ഈ വാർത്തയുണ്ട്. ഐക്യം യാഥാർത്ഥ്യമാകും എന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു എന്നുള്ള വാർത്ത ജന്മഭൂമിയിലും ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രാധാന്യത്തോടു കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് ബസ്സിലെ അപകീർത്തികരമായ വീഡിയോ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് ചന്ദ്രിക പത്രത്തിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്ന അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവിൻ്റെ ആത്മഹത്യ, യുവതി റിമാൻഡിൽ, വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള വാർത്ത ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശാഭിമാനി അത് കുറെ കൂടി കടുപ്പിച്ച് പൊളിറ്റിക്കലിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാൻ പറ്റും. യുവാവിൻ്റെ ആത്മഹത്യ, മുസ്ലിം ലീഗ് വനിതാ നേതാവ് ജയിലിൽ, ഷിംജിത മുസ്തഫയുടെ വാർത്ത ആ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ദേശാഭിമാനിയിൽ അത്തരത്തിൽ നമുക്കത് കാണാൻ കഴിയും.
നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ വാർത്ത, NSS SNDPയുടെ ഐക്യം ഉൾപ്പെടെയുള്ള വാർത്തകളിൽ നിന്ന് മാറി ദേശാഭിമാനി ഇന്ന് കുറെ കൂടി സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നൈപുണിക്ക് സർക്കാരിൻ്റെ പിന്തുണ, യുവതയ്ക്കൊപ്പം എന്നുള്ളതാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. ചെല്ലാനത്ത് 6.1 കിലോമീറ്ററിൽ കൂടി കടൽഭിത്തി, മുണ്ടക്കൈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പ്രത്യേക വായ്പാ പദ്ധതി, അങ്ങനെയുള്ള വാർത്തകൾ കൂടി, മെഡിസെപ്പ് ഉൾപ്പെടെയുള്ള വാർത്തകളാണ് ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. മാധ്യമത്തിലൊരു വാർത്ത കൂടിയുണ്ട്, അത് ആകാശം സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. അത് സുനിത വില്യംസ് നാസയിൽ നിന്ന് പടിയിറങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 3 ദൗത്യങ്ങളും മറ്റ് നിരവധി ബഹിരാകാശ യാത്രകളും ഉൾപ്പെടുന്ന 27 വർഷത്തെ കരിയറിന് 60-കാരി സുനിത വില്യംസ് വിരാമം കുറിച്ചു എന്ന വാർത്തയാണ്. സിറാജ് പത്രത്തിലൊരു വാർത്തയുണ്ട്, അത് ഇങ്ങനെയാണ്: രൂപ കൂപ്പുകുത്തി രൂപ എന്നുള്ളതാണ്. 67 പൈസ ഇടിഞ്ഞ് 91.64 എത്തി എന്നുള്ളതാണ്. $1 91.64 രൂപയാണ് ഇന്നലത്തെ വില. അത് വെച്ചാണ് കൂപ്പുകുത്തി രൂപ എന്നുള്ളൊരു വാർത്ത കൂടി കൊടുത്തിരിക്കുന്നത്. ഒരു എഡിറ്റോറിയൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: നന്ദി സൈന, ഞങ്ങളെ പ്രചോദിപ്പിച്ചതിന് എന്നുള്ളതാണ്. സൈന നെഹ്വാൾ വിരമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ എഡിറ്റോറിയൽ. പുല്ലേല ഗോപിചന്ദ് ഉയർത്തിയ ഇന്ത്യൻ ബാഡ്മിൻ്റണിൻ്റെ വിജയ പതാക കൂടുതൽ ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കിട്ടിയ താരമാണ് സൈന നെഹ്വാൾ എന്ന് പറഞ്ഞുകൊണ്ടാണത്. തനിക്ക് പിന്നാലെ ഒട്ടേറെ സൈനമാരെ റാക്കറ്റ് എന്താൻ പ്രേരിപ്പിച്ച ആളാണ്, അവർക്ക് പ്രചോദനമായി ഇപ്പോൾ 35-ാം വയസ്സിൽ കരിയറിനോട് വിട പറയുന്നു എന്നുള്ളതാണ് സൈന നെഹ്വാളിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിംജിതയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മനോരമ ഇന്ന് എഡിറ്റോറിയലാക്കിയിരിക്കുന്നത്. സമൂഹ വിരുദ്ധമാകരുത് സമൂഹ മാധ്യമ ഉപയോഗം എന്നുള്ളതാണ്. മാന്യമായ ജീവിതം നയിക്കുന്നവരെ ഏറ്റവും മോശമായ മാർഗ്ഗങ്ങളിലൂടെ അപമാനിക്കുന്നത് മുതൽ ജീവിക്കുന്നവരെ പടുവാർത്തകളിലൂടെ കൊല്ലാൻ വരെ മടിയില്ലാത്ത സാമൂഹ്യ വിരുദ്ധർ സൈബർ ലോകത്ത് വിളയാടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഡിറ്റോറിയലായാലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാർത്തകളിലൊക്കെ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും, ചിലതൊക്കെ ഏതാണ്ട് ഒരുപോലെയും വരുന്ന ട്രീറ്റ്മെൻറ്റൊക്കെയാണ് വിവിധ പത്രങ്ങളിൽ നിന്നുള്ളത്. ഈ മറ്റു വാർത്തകളുണ്ട്, പക്ഷേ കൂടുതൽ ഈ ഒന്നാം പേജിലെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രസ് സ്റ്റോപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി തിരിച്ച് സേതുവിലേക്ക്.